ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഹല്യ ഹെറിറ്റേജ് വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജ് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് അഹല്യ ക്യാമ്പസിലേക്കുള്ള എൻട്രൻസ്. അവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഹെറിറ്റേജിലേക്കുള്ള വഴി അവർക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. അതുമാത്രമല്ല, ഓരോ ടേണിങ്ങിൻ്റെ അവിടെയും ഓരോ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. നല്ല ഭംഗിയുള്ള വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിൽ ഒരു 3 ലേക്സ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ഭംഗിയിൽ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഗ്രീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു 3000-4000 ഏക്കറിലാണ് കേട്ടോ ഈ ക്യാമ്പസ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നത് അവിടുത്തെ ഒരു ഓഡിറ്റോറിയമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പുനർജനി എന്നാണ് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേര്. ഈ പോകുന്ന വഴിയിലൊക്കെ വിൻമിൽസുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 10ഓളം വിൻമിൽസ് അവിടെ ഉണ്ടെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് പറഞ്ഞത്. ഇപ്പം നമ്മൾ കാണുന്നതാണ് കേട്ടോ സ്കൾപ്ചർ പാർക്ക്. ഇത് ഒത്തിരി വെയിലായ സമയമായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഒരു 5 മണിക്ക് ശേഷം വന്നാൽ മതി. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കുറഞ്ഞ സമയത്ത് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് കണ്ടു വരുമ്പോഴേക്കും ഒത്തിരി ടയേർഡാവും. അപ്പോൾ ബാക്കിയുള്ള ഏരിയയൊക്കെ കവർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അഹല്യ ഹെറിറ്റേജ് ആൻഡ് നോളജ് വില്ലേജ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ആരോഗ്യ ക്യാമ്പസുകളിൽ ഒന്നാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2005 ഇത് സ്ഥാപിതമായത്. ഇപ്പം നമ്മൾ ഹെറിറ്റേജ് വില്ലേജിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. പോകുന്ന വഴിയിൽ സപ്തർഷികളും ഹാരപ്പ മൊഹൻജദാരോ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് 3D വാൾ മ്യൂറൽ സ്കൾപ്ചർ ഇവിടെ കാണാനായിട്ട് പറ്റും. എൻട്രൻസ് ഇവിടെയാണെങ്കിലും കുറച്ച് ദൂരം നമുക്ക് ഉള്ളിലോട്ട് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന ദൂരം മുഴുവൻ നമുക്ക് 3D വാൾ മ്യൂറൽ സ്കൾപ്ചേഴ്സ് കണ്ടിട്ട് ഇങ്ങനെ പോവാം. അഹല്യ ക്യാമ്പസ് മുഴുവൻ ചുറ്റി കാണാമെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് നടന്ന് കണ്ടു വരാനായിട്ട് പറ്റില്ല. അത്രയും ഏരിയ ഉണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഹെറിറ്റേജ് വില്ലേജ് മാത്രമാണ് കേട്ടോ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൻ്റെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ ഇവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പടിപ്പുരയോട് കൂടിയിട്ടുള്ള ഗാർഡനൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. ഇവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗാർഡൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൻ്റെ മ്യൂസിയം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെയാണ് നമ്മൾ എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് കേട്ടോ. ഉള്ളിൽ കയറിയപ്പോൾ ആദ്യം തന്നെ കുറേ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ ഇവിടെ കണ്ടത്. ഇതൊക്കെ എന്താണെന്നും ഇവിടേക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നും ഇവിടുത്തെ സാറ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. टॉयलेट फैसिलिटी बाथरूम ഇവിടെ നമ്മൾ തുണിയൊക്കെ നെയ്യുന്ന ഒരു തറി കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒറിജിനലാണെന്നാണ് പറയുന്നത്. വർക്കിംഗ് കണ്ടീഷനാണ്. പക്ഷെ ചെറിയ ഈ തോർത്തൊക്കെ പോലെയുള്ള ചെറിയ ഐറ്റംസുകൾ നെയ്തെടുക്കുന്ന തറിയാണ് ഇവിടെ കണ്ടത്.
അപ്പോൾ ഇവിടുത്തെ സാറ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇത് മെയിൻ മ്യൂസിയമാണ്. ആ മെയിൻ മ്യൂസിയത്തിൽ താഴ്ഭാഗത്ത് മുഴുവൻ സെയിലിൽ വെച്ചിരിക്കുന്ന ഐറ്റംസാണ്. കുറേ ഐറ്റംസ് താഴെയുണ്ട്. ഈ ഏരിയയിൽ ഈ ഏരിയ ഈ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായിട്ട്. അതിൽ ഈ തറി അങ്ങനെയുള്ളതൊന്നുമല്ല, അല്ലാതെ പിക്ചേഴ്സ് പിന്നെ പെയിന്റിങ്സ് അങ്ങനെയുള്ളതൊക്കെ സെയിലിൽ വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. 400 കൂടുതലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണാനായിട്ട്. അതിൽ തന്നെ അതിനോടൊപ്പം തന്നെ അതിൽ കുറച്ച് വെസൽസ് പഴയത് നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ യൂസ് ചെയ്ത് ഇന്നത്തെ യൂസ് ചെയ്യാത്തതും കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഉള്ളത്. ഇതിന് പുറമേ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ഓപ്പൺ ഗാലറി ഉണ്ട്. അത് വന്നിട്ട് പറയവറ്റ പന്തുകൂലം പോലെയുള്ള പിന്നെ നമ്മളുടെ കേരള മ്യൂറൽസ് ആണ് റൈറ്റ് സൈഡിലുള്ളത്. മ്യൂറൽ പെയിന്റിങ്സ് അതിൽ തന്നെയാണ്. അതിൽ ക്യാൻവാസിൽ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവൻ ഈ ഇതിലെ ഓയിൽ പെയിന്റ് അല്ല, ക്യാൻവാസിലുള്ളത് മ്യൂറൽ പെയിന്റിങ് പറയവറ്റ പന്തികൂലം. അത് വേറെ ഒരു പിച്ച്. പിന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഇതിലൊക്കെ എഴുത്തിലുള്ള വടക്കൻ ഐതിഹ്യന്മാരുടെ കുറെ പിന്നെ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ്. ഇടത്ത ഭാഗത്തുള്ള ക്യാൻവാസ് ഉള്ള ഇതിൽ ട്രൈബൽ മ്യൂറൽ പെയിന്റിങ്സ് ആണ്. ട്രൈബൽ മ്യൂറൽസിന്റെ ഇന്ത്യയിൽ തന്നെ കുറെ സ്റ്റേറ്റുകളിലുണ്ട്. ഇപ്പൊ അതിൽ റീസെന്റ് ഒരു മ്യൂറൽ പെയിന്റിങ്ങിന്റെ ക്യാമ്പ് കഴിഞ്ഞു. അതിൽ തന്നെ നമുക്ക് 21 പിന്നെ ആൾക്കാരുടെ പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് ചെയ്യാൻ പോകുന്നുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഈ സറൗണ്ട്സിലുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നമ്പൂതിരിയുടെ പെയിന്റിങ് അടക്കമുള്ള പ്രബലരായിട്ടുള്ള കുറെ ആൾക്കാരുടെ പെയിന്റിങ്സ് ഉണ്ട്. അത് കാർട്ടൂൺ പെയിന്റിങ്സ്. അത് റൈറ്റ് സൈഡിൽ കാർട്ടൂൺ, ലെഫ്റ്റ് സൈഡിൽ പെയിന്റിങ്സ് ആണ്. പിന്നെ ഓയിൽ പെയിന്റിംഗ് ഉണ്ട്, അക്രിലിക് പെയിന്റിംഗ് ഉണ്ട്. കേരളത്തിലെ പ്രമുഖ വ്യക്തികൾ, വനിതകളുടെ കൂട്ടായ്മയോട് വനിതകൾ മാത്രം ചെയ്തിരിക്കുന്ന കുറെ വർക്കുകൾ. അത് നല്ലൊരു കളക്ഷനാണ്. കഴിഞ്ഞ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വേറൊരു മ്യൂസിയം ഉണ്ട്. ക്ലേ മോഡലിന്റെ മ്യൂസിയം ഉണ്ട്. ക്ലേ മോഡലിന്റെ മ്യൂസിയത്തിനോടൊപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയി ചെയ്തിരിക്കുന്ന ദാരുശില്പങ്ങളുടെ നമ്മൾ ഇതുവരെ ദാരുശില്പങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ 12 ദാരുശില്പങ്ങൾ 9 അടി ഹൈറ്റിലുള്ള മഹാഗണി മരത്തിൽ 9 അടി ഹൈറ്റിൽ 2.5 അടി വീതിയിലുള്ള മഹാഗണി മരത്തിൽ ചെയ്തിരിക്കുന്ന രാശികളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചിങ്ങം, കർക്കിടകം അങ്ങനെയുള്ള രാശികൾ 12 രാശികളെ ബേസ് ചെയ്തിട്ടുള്ള പിന്നെ ശില്പങ്ങളാണ്. അതായത് മരങ്ങൾ വുഡ് കാർവിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 ഫ്ലോർ വന്നിട്ട് ക്ലേ മോഡലിന്റെ അതുകൊണ്ടുള്ളത്. പിന്നെ കൂത്തമ്പലം വരുന്ന വഴിക്ക് തൊട്ട് റൈറ്റ് സൈഡിൽ കേട്ട കൂത്തമ്പലം ഉണ്ട്. പിന്നെ ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള കാണാൻ പറ്റുന്ന കുറച്ച് പ്ലേസുകൾ. അതാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. എൻ്റെ പേര് ദേവിദാസ് വർമ്മ. ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റാണ്. ഇവിടുത്തെ സ്കൂളോ? ഇവിടുത്തെ നമ്മളുടെ പബ്ലിക് സ്കൂളിൽ അധ്യാപകനായിരുന്നു. ആർട്ടിസ്റ്റ്, ചിത്രകല അധ്യാപകനായിരുന്നു. റിട്ടയർഡ് ആയ ശേഷം ഇത് സാറിന്റെ പെയിന്റിങ്സ് ഇതെല്ലാം എൻ്റെ പെയിന്റിങ്സാണ്. ഇതെല്ലാം ക്യാൻവാസ് പെയിന്റിംഗ് അല്ലേ? ക്യാൻവാസിൽ അക്രിലിക് കൊണ്ട് പോയി ഇത് മുഴുവൻ ചെയ്യാറില്ല. ഇത് ലേറ്റസ്റ്റ് ഇതാണോ കാവാണോ ലേറ്റസ്റ്റ്? കാവാണ്. ഇത് ആറ്റത്തെയാണ് ലേറ്റസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിലിന് ചെയ്യുന്നത്. ഇത് മുഴുവൻ സാറിൻ്റെ പെയിൻറ്റിങ്സുകളായിരുന്നു കേട്ടോ. അത് മുഴുവൻ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് സാറിൻ്റെ വർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ. പേപ്പർ വെയിറ്റ് ആണ്. പേപ്പർ വെയിറ്റ് ഷോക്കേസിൽ വെക്കാം. കണ്ണകി സ്റ്റാച്ചു അല്ലേ? ഇത് പഞ്ചാബ് സർദാർജി ഉണ്ടാക്കിയതാണ്. ഒരൊറ്റ കല്ല്. ഇത് സ്കൾപ്ചർ പാർക്കിലുണ്ട് അല്ലേ? ഇതിന്റെ മിനിയേച്ചറാണ്.
ഇതിൻ്റെ മിനിയേച്ചറാണ്. സെയിലിന് വെച്ചിരിക്കുന്നത് 700 rupees. ഇത് ഫൈബർ. ഇത് ഫൈബറിൽ. ക്ലോക്ക്, പഴയ ടൈപ്പ് ക്ലോക്കും ഫോണ് പണ്ടത്തെ അല്ലേ. റേഡിയോ. ഇത് റേഡിയോ ഉണ്ടായിരുന്നു, ഈ റേഡിയോ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനത്തൊന്നും കണ്ടിട്ടില്ല. അല്ല, അത് മമ്മിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഇത് ഡാഡിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഗ്രാമഫോൺ. ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഗ്രാമഫോൺ. ഇത് പഴയ ടൈപ്പ് പാത്രങ്ങൾ. ഓടോ. ഇത് വെയിങ് മെഷീൻ ഇല്ലേ? ഇത് അരി നെല്ലൊക്കെ ഇങ്ങനെ എടുക്കുന്നുള്ളത്. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ മുഴുവനായിട്ടും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. പലതും അറിയ പോലും ഇല്ലാത്ത കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്. പഴയ ടൈപ്പ്. നമുക്ക് ഹാർമോണിയം ഒക്കെ. ഡബിൾ റീഡാണ്, ഇത് സിംഗിൾ റീഡാണ്. അത് കണ്ട ആ ബോട്ട് ടൈപ്പ് സൗണ്ടാണ്. എനിക്കറിയണേ, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കീബോർഡ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഓടും, ഊരിപ്പോന്നുണ്ട്. ബാംബുലിൻ ഫിലിപ്പീൻസിൻ്റെ 143. ഇവിടെ കണ്ട പല ഇൻസ്ട്രുമെൻസും നമ്മളൊന്നും കാണാത്തതായിട്ടുള്ള ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാത്തതൊക്കെ അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്പർ ഇട്ടിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അറിയാത്തതൊക്കെ പേരൊക്കെ നോക്കി മനസ്സിലാക്കാം. ഇത് ഞാൻ കളിച്ചിട്ടുണ്ട്, ഈ സെറ്റ് ഇതെല്ലാം കളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലോർ എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങുകളുടെ ഏരിയ ആയിരുന്നു കേട്ടോ. ഇതെല്ലാം മ്യൂറൽ പെയിൻറ്റും
അങ്ങനെ സാർ പറഞ്ഞിരുന്നില്ലേ. कलमकारी पेंटिंग आंध्र प्रदेश शिवप्रसाद रेड्डी गुजरात श्रीमती लक्ष्मी अन्नामलाई ആന ചെയ്തവരുടെ പേരുകൾ പേരും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് പെയിൻറ്റിങ്. അതിൻ്റെ പാറ്റേൺ എന്തൊക്കെയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാജസ്ഥാൻ മിറർ പെയിൻറ്റിങ്. രാജസ്ഥാൻ. ഇത് മധ്യപ്രദേശ് ടൈപ്പ്. ഇതും രാജസ്ഥാൻ. ഒഡീഷ. ഇതെല്ലാം ഒഡീഷ പെയിൻറ്റ്സ്. ഹിമാചൽ. ഓ, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് ഈ പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതേതാ എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്ക് കാണുന്നില്ല. നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പെയിൻറ്റിങ്ങുകളാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇത്രയൊക്കെയാണ് കാണാനുള്ളത്. ഇനി പുതിയൊരു വീഡിയോയിൽ അടുത്ത ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് എനിക്കറിയാം, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് ലെങ്തി ആയി പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.